നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു പായസമാണ് കേട്ടോ. സാധാരണ നമ്മൾ പായസം എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിഷുവൊക്കെ വരികയാണ് നമുക്ക് ഈ ചക്കപ്പായസം അല്ലെങ്കിൽ മാമ്പഴ പായസമൊക്കെയാണ് സീസണൽ ആയിട്ടുള്ളത് അല്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് മത്തങ്ങ വെച്ചിട്ടുള്ളൊരു പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മത്തങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വരട്ടിയൊക്കെ ചെയ്യണം എന്നൊന്നും ആരും വിചാരിക്കരുത്. വളരെ സിമ്പിളായിട്ട് എല്ലാ വീട്ടമ്മമാർക്കും ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ വേവിച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അസലായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇത് എൻ്റെ കൂടെ ഉള്ളത്, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉള്ളത് ആനന്ദേട്ടനാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു പാചകക്കാരനാണ്, ദഹനത്തിനൊക്കെ പോയി പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതിനേക്കാളും എന്തുകൊണ്ടും അത് നമുക്ക് നേരിട്ട് കാണുകയും ആ ഏട്ടൻ തന്നെ അത് പറഞ്ഞു തരുകയും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇന്നിപ്പോ ആനന്ദേട്ടൻ ഇന്നത്തെ എന്ത് സ്പെഷ്യൽ പായസാന്ന് ചോദിച്ചപ്പോ നമ്മളോട് പറഞ്ഞത് മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കാന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വിചാരിച്ചത് എന്താ, വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സീസണൽ ആയിട്ടുള്ള മാമ്പഴം ചക്കയാണ് കേട്ടാ. സാധാരണ ഞാനും വിചാരിച്ചത് അങ്ങനെയാണ്, മാമ്പഴ പായസോ അല്ലെങ്കിൽ ചക്കപ്രഥമനോ ഇനി പരിപ്പ് പ്രഥമനും പഴപ്രഥമനും വരെ നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇതൊട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഏട്ടൻ എന്തുകൊണ്ടാണ് ഈ മത്തങ്ങ എന്ന് പറയണ, അതായത് ആ മത്തങ്ങയുടെ കഷ്ണങ്ങള് കടിക്കാൻ കിട്ടണതും അതിന്റെ കൂടെ ചവ്വരി ചേർക്കണതും ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്നുള്ളത് ഏട്ടനൊന്ന് പറഞ്ഞോളൂ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് എത്രയാണ് വേണ്ടതെന്ന് ആദ്യം പറയാം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് വലിയ അളവിലാവുമ്പോൾ ചിലപ്പോൾ ചെറിയ ഫാമിലിക്ക് ഒരു 5-6 പേരുള്ളവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഞാൻ ഏറ്റവും ചെറിയ അളവിൽ പറയാം, പിന്നെ നിങ്ങൾക്കത് കൂട്ടണമെങ്കിൽ ആ ഒരു അളവ് അനുസരിച്ച് കൂട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഒരു 3/4 കിലോ മത്തങ്ങയുടെ അളവ് ആദ്യം പറയാം. 3/4 കിലോളം മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ 300 ഗ്രാം മുതൽ 500 ഗ്രാം വരെ ശർക്കരയാണ് വേണ്ടത്. 2-2.5 കപ്പ് അളവിൽ 1/4 പാലും ഒരു 4-5 കപ്പ് 2/2 പാലും. ഇനി ഇതിനനുസരിച്ച് കൂട്ടുന്നവർക്ക് അളവ് കൂട്ടിയെടുക്കാം. ഏട്ടനാ മത്തങ്ങ വേവിക്കേണ്ട പാകം എന്ന് എന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് വീഡിയോയിൽ പറഞ്ഞാല് ഇതെങ്ങനെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസായിട്ട് നുറുക്കി മത്തങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പകുതി വേവാതെ പാടുള്ളൂ, കടിക്കണം ഒന്ന് മത്തങ്ങ. അത് കഴിഞ്ഞാൽ ഒരു പാകം വേവിക്കണ പോലെ വേണ്ട വെന്തുടയണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് പീസായിട്ട് അതേമാതിരിയുള്ള സ്ലൈസ് ആയിട്ട് നുറുക്കണം. എന്നാലാണ് അതിൻ്റെതായിട്ടുള്ള കടിക്കാനുള്ള യോജിപ്പ് വരുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ശർക്കരയും കൂടി ചേർത്ത് ഒരു പാകമായി കഴിയുമ്പോൾ പിന്നെ അതില് 2/2 പാല് ചേർക്കുക. 2/2 പാല് ചേർത്ത് ഒരു പാകമായി കഴിയുമ്പോൾ ചൊവ്വരി ഇട്ടിട്ട് വാങ്ങി വെക്കുക. വാങ്ങി വെച്ചതിന് ശേഷം 1/4 പാല് അതിലേക്ക് ഒഴിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ അത് ഇളക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ഏകദേശം പൂർണ്ണ രൂപമായി ഉണ്ടാവും. പിന്നെ അണ്ടിപ്പരിപ്പ് ചവ്വരിയാണ് ശരിക്കും ഇന്നത്തെ കോമ്പിനേഷൻ. മൊത്തം ചൊവ്വരിയാണ്. ലാസ്റ്റാണ് അണ്ടിപ്പരിപ്പ് വറുത്തതിലേക്ക്. ഏലക്കായപ്പൊടി എങ്ങനെയാണ്? ഏലക്കായപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വാദം മാത്രമേ കിട്ടുള്ളൂ. ഏലക്കായയുടെ 90% ഉപയോഗിക്കാണ്ടിരിക്കുക നല്ലത്. അപ്പോഴാണ് മത്തങ്ങയുടെ സ്വാദ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്ത് തുടങ്ങാം അല്ലെ? ചെയ്തു തുടങ്ങാം. മത്തങ്ങ ഒരുപാട് വരട്ടിയൊന്നും അല്ല ചെയ്യണേ അല്ലെ? ഒന്ന് വെന്ത് വരണ സമയത്ത് വേണം ശർക്കര ചേർക്കാൻ. വേവണേന് മുമ്പ് ശർക്കര ഇട്ടാ പിന്നെ കഷ്ണം വേവില്ല. അപ്പൊ മത്തങ്ങ വെന്ത് ചെറുതായിട്ട് ഈ രൂപമാകുമ്പോ ശർക്കര അരിച്ചുരുക്കി വേണമെങ്കിൽ ചേർക്കാം അല്ലെ? കല്ലാണെങ്കിലാണ് ഇപ്പൊ നമുക്ക് അധികമായിട്ട് ഉണ്ട ശർക്കര ആണെങ്കിൽ കല്ലും ഇതൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പൊ അരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോ അത്യാവശ്യം കണ്ടാൽ നല്ല ക്വാളിറ്റി ഉള്ള ശർക്കരയാണ്. അപ്പൊ നമ്മളിപ്പോ ശർക്കര മുഴുവനായിട്ടാണ് ചേർക്കണത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണ സമയത്ത് അത് അരിച്ചുരുക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് ശർക്കര ആയോന്ന് എങ്ങനെയാ? നമ്മള് നൂൽപാകം തന്നെ നൂൽപാകം ആയി കഴിഞ്ഞാൽ 2/2 പാല് ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിക്കുക. ആ വെള്ളം വറ്റുമ്പോ ലാസ്റ്റ് വാങ്ങി വെച്ചതിന് ശേഷം ചവ്വരി നമുക്ക് ചേർക്കണ്ടത്. ചുവരി ചേർക്കാം. ചവ്വരി നമ്മൾ ചേർക്കണത് വേവിച്ച് വെച്ച ചവ്വരിയാണ്. വേവിച്ച് വെച്ച ചവ്വരി ഇല്ലെങ്കിൽ ആദ്യം തന്നെ ശർക്കരയുടെ കൂട്ടത്തിൽ തന്നെ ചവ്വരി ഇടാം. വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചവ്വരിയുടെ അളവ് പറയുമ്പോ 1 കപ്പ് അളവില്ല. 1 കപ്പ് ചവരി കുതിർത്തിയതിന് ശേഷം ഒന്ന് വേവിച്ച്, പെട്ടെന്ന് വേവണതാണല്ലോ ചവരി. അപ്പൊ വേവിച്ച് നമ്മള് ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ശർക്കരയുടെ കൂട്ടത്തിൽ തന്നെ ചവരി വേവിക്കാം. മത്തങ്ങ വെന്തതിന് ശേഷം ചവരി പാല് ഒഴിക്കുമ്പോ ചവരി ഇട്ടാൽ മതി. 2/2 പാല് ഒഴിക്കുമ്പോ ഏകദേശം ഇതിന്റെ ഫിനിഷിംഗ് ഭാഗമായി. ഇനി ഇത് വാങ്ങി വെച്ചതിന് ശേഷം 1/4 പാല് ചേർക്കുക. 1/4 പാല് ചേർക്കാണ്. അങ്ങനെ
മത്തങ്ങ പായസം നമ്മൾ കഴിച്ചു നോക്കി. പാകത്തിന് മധുരമാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ മത്തങ്ങ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടും. അതുപോലെ ചവ്വരി അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതും നല്ലൊരു സുഖമുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ മിനി ചേച്ചിയും അതുപോലെ രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ ഇത് കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പായസമാണ്. ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ ഞാൻ പറയും.